അപ്പൊ അവരുടെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു താല്പര്യം അതിനോട് പ്രകടിപ്പിക്കുന്നതിന് ഒരു വലിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു കീറാമുട്ടിയായിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നതിനോട് 1% പോലും യോജിക്കാൻ എന്ന് വെച്ചാൽ അവിടെ തട്ടി നിൽക്കുകയല്ലേ സുരജി അവിടെ തട്ടി നിൽക്കുകയല്ലേ അതുകൊണ്ടാ കീറാമുട്ടി എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. LDF ആണ് ശരിയാണെന്നുള്ള പരസ്യ പ്രസ്താവനയോടുകൂടിയാണ് ബഹുമാനപ്പെട്ട ജോസ് കെ മാണിയും അദ്ദേഹത്തോടൊപ്പം ഉള്ളവരും കേരള കോൺഗ്രസിന്റെ മാണി ഗ്രൂപ്പുമായ പാർട്ടി LDFിലേക്ക് വന്നത്. ഇടതുമുന്നണിയിലെ പ്രധാന കക്ഷിയായ CPM ജോസ് കെ മാണി വിഭാഗത്തോട് കാണിക്കുന്ന വല്ലാത്തൊരു തരം മഹാമനസ്കതയുണ്ട്. എന്തും ചെയ്തും അവരാഗ്രഹിക്കുന്നതെല്ലാം കൊടുത്തിട്ടും അവരെ മുന്നണിയുടെ ഭാഗമാക്കണം. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു വിട്ടുവീഴ്ച എന്ന് നമുക്ക് മനസ്സിലാക്കാം. മധ്യ കേരളത്തിൽ UDFന്റെ തട്ടകം തകർക്കുക, അതുവഴി രണ്ടാം ഊഴം ഉറപ്പാക്കുക. ഒരു പിടിക്ക് രണ്ട് പക്ഷിയാണ്. ഞങ്ങൾക്ക് അങ്ങനെ അഭിമാന പ്രശ്നമോ തൻപോരിമ പ്രശ്നമോ അവരെക്കാൾ കൂടുതൽ സീറ്റ് വേണമോ എന്നുള്ള ആഗ്രഹമോ പ്രശ്നമോ LDFിൽ ഉയർത്തുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു മാനസിക അവസ്ഥയുമില്ല. ഞങ്ങൾക്കുള്ള മാനസികാവസ്ഥ എന്ത് വന്നാലും എന്ത് വിട്ടുവീഴ്ച ചെയ്താലും LDF കേരള സംസ്ഥാനത്ത് വീണ്ടും ചരിത്രം തിരുത്തി അധികാരത്തിൽ വരണം. തർക്കവുമായി നിൽക്കുകയാണ് ജോസ് കെ മാണിയുടെ പാർട്ടി. അവസാനവും തോറ്റു പിന്നെയും തോറ്റു കൊടുക്കേണ്ടി വരുന്നത് CPIക്കായിരിക്കോ? ഇല്ല ദിൽഷാദെ, ആ ഒരു നിർവചനം തന്നെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാല് CPI തീർച്ചയായിട്ടും വളരെ പ്രാമുഖ്യമുള്ള ഒരു ഘടകകക്ഷി തന്നെയാണ്. അതിൽ യാതൊരു തർക്കമില്ല. കൃത്യമായ രീതിയിലുള്ള വിട്ടുവീഴ്ചകൾ അവർ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ വിട്ടുവീഴ്ചയാണ് CPM ചെയ്തിരിക്കുന്നത്. 15ഓളം സീറ്റുകളാണ് ഘടകകക്ഷികൾ പുതുതായിട്ട് ചേർത്തിരിക്കുന്ന ഘടകകക്ഷികൾക്ക് സീറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് 15ഓളം സീറ്റുകളാണ് CPM വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നത്. അത് മറക്കരുത്. അത് മറന്ന് നമ്മൾ ചർച്ചയിലേക്ക് പോകുന്നതിനകത്ത് അർത്ഥമില്ല. അപ്പൊ അവരെല്ലാം അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പൊ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചോളം ഒരു തർക്കത്തിന്റെ രീതിയിലേക്ക് അത് കടന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. തർക്കം നടക്കുന്ന അപ്പുറത്ത് ജോസഫ് ഗ്രൂപ്പും UDF ആയിട്ട് ആ തർക്കങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ഞാനും പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷേ ജോസ് കെ മാണിയെ സംബന്ധിച്ചോളം അവരുടെ വികാരം കാഞ്ഞിരപ്പള്ളി ശ്രമിക്കുന്ന ചങ്ങനാശ്ശേരി ആയിട്ടുള്ളതിനെ ഒരു തർക്കമായിട്ട് കാണണ്ട. 40 വർഷക്കാലത്തോളം അതിൽ 3, 4, 5 മാസം മാത്രമേ ഉള്ളൂ CF തോമസ് സാറ് ജോസഫിനോട് പോയിട്ടുള്ളൂ. ബാക്കി ഏതാണ്ട് 39 വർഷക്കാലവും മാണി സാറിനോടൊപ്പം നിന്നൊരു MLA-മാണ്, നിയോജകമണ്ഡലവുമാണ് ചങ്ങനാശ്ശേരി. അപ്പൊ അവരുടെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു താല്പര്യം അതിനോട് പ്രകടിപ്പിക്കുന്നതിന് ഒരു വലിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു കീറാമുട്ടിയായിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നതിനോട് 1% പോലും യോജിക്കാൻ എന്ന് വെച്ചാൽ അവിടെ തട്ടി നിൽക്കുകയല്ലേ സുരജി അവിടെ തട്ടി നിൽക്കുകയല്ലേ അതുകൊണ്ടാ കീറാമുട്ടി എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. CPI അവരുടെ എത്ര കാലമായി കയ്യിലുണ്ടായിരുന്ന കാഞ്ഞിരപ്പള്ളി കൊടുത്തില്ലേ? അത് കൊടുക്കലാണല്ലോ. ഒരു മുന്നണിയാണിത്. അല്ലാതെ ഞങ്ങൾക്ക് വൈകാരിക ബന്ധമുള്ളതായിരുന്നു, ഞങ്ങളുടെ ആളുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് കൊടുത്തും പുതിയത് വാങ്ങിച്ചും അങ്ങനെയൊക്കെയാണല്ലോ മുന്നണിയിൽ. CPI കാഞ്ഞിരപ്പള്ളി തരാൻ കഴിയില്ല എന്ന കർശന നിലപാട് സ്വീകരിച്ച N ജയരാജന് മത്സരിക്കാൻ മണ്ഡലം ഉണ്ടാവുമോ? പിന്നെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുന്നത് അത്രയും പാരമ്പര്യം അദ്ദേഹത്തിനുള്ള മണ്ഡലത്തിൽ മത്സരിക്കാൻ പറ്റില്ല. അപ്പോൾ CPI തന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ സ്പ്ലിറ്റ് വന്നപ്പോൾ മാണി സാറിൻ്റെ മകൻ നയിക്കുന്ന പാർട്ടിക്കൊപ്പമല്ല നിൽക്കേണ്ടത് എന്ന് വിചാരിച്ച് അപ്പുറത്ത് പോയ മാണി സാറിൻ്റെ സമകാലികനായ നേതാവ് ഉണ്ടായിരുന്ന സ്ഥലമാണ് ചങ്ങനാശ്ശേരി. അതെന്ന് വെച്ചാൽ ആ CF തോമസിൻ്റെ പൈതൃകം പാരമ്പര്യം അവകാശപ്പെടുകയാണെങ്കിൽ അദ്ദേഹം അപ്പുറത്താണ് എന്ന് വെച്ചാൽ ക്ലെയിം ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ അവിടെ എന്ന് അങ്ങനെ സാങ്കേതികമായി. അപ്പോൾ CPIക്ക് ഇവർ വന്നു എന്ന് വെച്ച് കോട്ടയം ജില്ലയിൽ സമ്പൂർണ്ണമായും ഇല്ലാതാകാൻ പറ്റുമോ? ഇല്ല, കോട്ടയം ജില്ലയിൽ അവർക്ക് സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാണെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു. അവർക്ക് വൈക്കം സീറ്റ് അവരുടെ ഏറ്റവും ഗ്ലാമറസ് സീറ്റല്ലേ. തന്നെയുമല്ല CPI എന്ന് പറഞ്ഞ പാർട്ടിയായിട്ട് ആലോചിച്ചിട്ടാണല്ലോ ജോസ് കെ മാണിയുടെ വിഭാഗത്തിനെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനെ CPMലേക്ക് LDFിലേക്ക് ഘടകകക്ഷിയായിരിക്കുന്നത്. കാനൻ രാജനെ പോലെ വളരെ പ്രഗത്ഭോദിയായിട്ടുള്ള പരിചയസമ്പന്നനായിട്ടുള്ള കേരളം ആദരിക്കുന്ന CPIയുടെ സെക്രട്ടറിയും അവരുടെ നേതാക്കന്മാരായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണ് അവരുടെ പൂർണ്ണ സമ്മതത്തോടുകൂടിയാണ് LDFിലേക്ക് അവരെ സ്നേഹപൂർവ്വം അവരെ അക്കോമഡേറ്റ് ചെയ്ത്. തന്നെയുമല്ല നിഷാദ് ഈ ഇന്റർവ്യൂയുടെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിരുന്നു. മധ്യ തിരുവിതാംകൂറിൽ CPIയുടെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ വരവുകൊണ്ട് LDFിന് കരുത്താവുമെന്ന് അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. അത് 100% സംശയം, ഒരു സംശയമില്ല കാര്യത്തിൽ. കാരണം ഇടതുപക്ഷമാണ് ശരിയാണെന്നും മതേതര കേരളത്തിന്റെ എന്താ പറയാ ഒരു ക്രിയാത്മകമായ രീതിയിൽ ഇടപെടുകയും അതിനു വേണ്ടിയിട്ട് സുരക്ഷാ വലയം തീർക്കുകയും ചെയ്യുന്ന LDF ആണ് ശരിയാണെന്നുള്ള പരസ്യ പ്രസ്താവനയോടുകൂടിയാണ് ബഹുമാനപ്പെട്ട ജോസ് കെ മാണിയും അദ്ദേഹത്തോടൊപ്പം ഉള്ളവരും കേരള കോൺഗ്രസിന്റെ മാണി ഗ്രൂപ്പുമായ പാർട്ടി LDFിലേക്ക് വന്നത്. അപ്പൊ CPI വിട്ടുവീഴ്ച ചെയ്തു. അവർ ചെയ്തൊരു വലിയ വിട്ടുവീഴ്ച തന്നെയില്ല. കേവലം 2000 വോട്ടിന് അടുത്ത് മാത്രം തോറ്റ കാഞ്ഞിരപ്പള്ളി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഡോക്ടർ N ജയരാജന് വേണ്ടിയിട്ട് അവർ മാറിക്കൊടുത്തു. അപ്പൊ അത് ചെറിയ വിട്ടുവീഴ്ചയല്ല. അപ്പൊ അതുകൊണ്ട് അവരെയും നമ്മൾ മാനിക്കണം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിഷാദ് ഏതെല്ലാം വാക്കുകൾ കൊണ്ട് വ്യാഖ്യാനങ്ങൾ നടത്തിയാലും ഏതെല്ലാം രീതിയിൽ നിർവചനങ്ങൾ നടത്തിയാലും LDFിൽ ജോസ് കെ മാണിയായിട്ടോ ഒരു പാർട്ടിയായിട്ടോ ഒരു സീറ്റ് തർക്കവും
സങ്കീർണമായിട്ട് മുന്നോട്ട് പോകത്തില്ല. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചരിത്രം അതാണ്. അത് CPM ജോസ് കെ മാണിയുമായിട്ട് ചെറിയ നേരത്തെ ടോം ജോസ് മാത്യു സ്റ്റീഫൻ, ഞാൻ വരാം. അതിനു മുമ്പേ ജോർജ് പൊടിപാറ ജോസ് കെ മാണിയുടെ പാർട്ടിയെ കൊണ്ടുവരുന്നതിനെ ചൊല്ലി തുടക്കത്തിൽ ആലോചന നടത്തുമ്പോൾ വിയോജിപ്പിന്റെ സ്വരം ഉയർത്ത പാർട്ടിയാണ് CPI. പക്ഷേ CPIക്ക് പിന്നീട് മുന്നണി താല്പര്യത്തിനൊപ്പം നിൽക്കേണ്ടി വന്നു. സീറ്റ് വിഭജനം വരുമ്പോഴും തുടക്കത്തിൽ ആദ്യത്തെ കോംപ്രമൈസ് CPIക്ക് നടത്തേണ്ടി വരുന്നു. ജോസ് കെ മാണിയെ കൊണ്ടുവരുന്നതിന് പലതരം എതിർപ്പുകളും പലതരം വിയോജിപ്പുകളും വിമർശനങ്ങൾക്കും ഇടയിലൂടെയും ജോസ് കെ മാണിയെ ആനയിച്ചു കൊണ്ടുവരുന്നതിന് കൃത്യമായ പർപ്പസ് LDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം അത്ര പ്രാധാന്യം ആ പാർട്ടിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ കൊടുക്കുന്നുമുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചങ്ങനാശ്ശേരിയിലും ജോസ് കെ മാണിയുടെ ആൾ മത്സരിക്കും. CPIക്ക് അവിടെ നിന്ന് തൽക്കാലം പിൻവാങ്ങേണ്ടി വരുമെന്നല്ലേ? ഇതുവരെ CPM-ഉം കേരള കോൺഗ്രസ് എമ്മും അല്ലെങ്കിൽ ജോസ് കെ മാണി വിഭാഗവും തമ്മിലുണ്ടായ ഐക്യത്തിന്റെ അല്ലെങ്കിൽ ഘടകകക്ഷിയാക്കുകയും അവരോട് ഇതുവരെ കാണിച്ച സൗമനസ്യവും അതുപോലെ തന്നെ വിട്ടുവീഴ്ചകളും ഒക്കെ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചങ്ങനാശ്ശേരിയും അവരാഗ്രഹിക്കുന്നത് പോലെ അവർക്ക് കിട്ടുകയും CPI മിക്കവാറും ആ സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വരികയും ചെയ്യും എന്നാണ് ഒരു എന്താ പറയാ സ്വാഭാവികമായിട്ടുള്ള ഒരു പരിണാമമായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, ഇപ്പൊ നേരത്തെ ജോസ് ടോം സൂചിപ്പിച്ചു ചങ്ങനാശ്ശേരി, താങ്കളും പറഞ്ഞു. ഇപ്പൊ പാല ഒരു വൈകാരിക പ്രശ്നമാണ് തീർച്ചയായിട്ടും. കൈമാണി സാറിന്റെ തട്ടകം, അതുകൊണ്ട് തീർച്ചയായിട്ടും പാല അവർക്ക് ജോസ് വിഭാഗത്തിന് ഒരു വൈകാരികത തന്നെയാണ്. അത് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് CPM-ഉം അതുപോലെ തന്നെ ഇടതുമുന്നണിയും സാക്ഷാൽ ശ്രീ മാണി സി കാപ്പനെ സിറ്റിംഗ് MLA ബലി കഴിച്ചുകൊണ്ടുപോലും പാല ജോസ് കെ മാണിക്ക് കൊടുക്കാൻ തയ്യാറായി. പക്ഷെ ചങ്ങനാശ്ശേരിയും അതുപോലെ ഒരു അതിവൈകാരികത അവർ പ്രകടിപ്പിക്കുന്നതിനകത്ത് ഒരു ചെറിയ പാലായുടെ കാര്യത്തിൽ ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു അല്പാസ്വാഭാവികത അല്ലെങ്കിൽ അത്രത്തോളം അത് പറയുന്നത് ശരിയാണ് എന്ന് തോന്നുന്നില്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെ കാഞ്ഞിരപ്പള്ളി ശ്രീ ജയരാജന് വേണ്ടി മത്സരിക്കാൻ CPI വിട്ടുകൊടുക്കുകയാണ്. വെറും 2000-ഓളം വോട്ടിന്റെ മാത്രം വ്യത്യാസത്തിൽ സ്ഥിരമായിട്ട് അവർ മത്സരിച്ചു വന്നിരുന്ന ഒരു സീറ്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത്രയും വ്യത്യാസത്തിൽ മാത്രം തോറ്റ ഒരു സീറ്റ് ശ്രീ CPIയുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികതയുള്ള ഒരു മണ്ഡലം. എന്നിട്ട് പോലും ഇടതുമുന്നണിക്ക് വേണ്ടി അല്ലെങ്കിൽ മുന്നണി ബന്ധത്തെ പ്രതി മുന്നണിയുടെ നേട്ടത്തിന് വേണ്ടി CPI ആ സീറ്റ് വിട്ടുകൊടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് പകരം ഒരു സീറ്റ് കോട്ടയം ജില്ലയിൽ തന്നെ ആഗ്രഹിക്കുന്നത് അവരുടെ അവകാശമാണ്. പക്ഷെ ആ അവകാശം അംഗീകരിക്കപ്പെടാനുള്ള ഒരു സാധ്യത ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇടതുമുന്നണിയിലെ പ്രധാന കക്ഷിയായ CPM ജോസ് കെ മാണി വിഭാഗത്തോട് കാണിക്കുന്ന വല്ലാത്തൊരു തരം മഹാമനസ്കതയുണ്ട്. എന്തും ചെയ്തും അവരാഗ്രഹിക്കുന്നതെല്ലാം കൊടുത്തിട്ടും അവരെ മുന്നണിയുടെ ഭാഗമാക്കണം. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു വിട്ടുവീഴ്ച എന്ന് നമുക്ക് മനസ്സിലാക്കാം. മധ്യ കേരളത്തിൽ UDFന്റെ തട്ടകം തകർക്കുക, അതുവഴി രണ്ടാം ഊഴം ഉറപ്പാക്കുക. ഒരു പിടിക്ക് രണ്ട് പക്ഷിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും CPM തയ്യാറാണ്. അതിന് CPIയുടെ താല്പര്യങ്ങൾ ബലി കഴിച്ചിട്ടാണെങ്കിലും മുന്നണിയുടെ താല്പര്യമാണ് പ്രധാനം. രാഷ്ട്രീയ നേട്ടം, രണ്ടാം ഊഴം, അത് തീർച്ചയായിട്ടും അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ അവസാന ഘട്ടത്തിൽ ഒരുപക്ഷെ ചങ്ങനാശ്ശേരിയും CPIക്ക് കൈയൊഴിയേണ്ടി വരും എന്നാണ് താങ്കൾക്ക് പ്രാഥമികമായി തോന്നുന്ന ഒരു കാര്യം. UDFന്റെ വിശാലമായ താല്പര്യത്തെ മുൻനിർത്തിയാണ് മൂവാറ്റുപുഴയിൽ ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നതെന്ന് അവർ വിശദീകരിക്കുകയാണ്. ജോസഫ് വാഴക്കൻ കഴിഞ്ഞ തവണ തോറ്റുപോയ സീറ്റാണ്. ഇത്തവണയും അങ്ങനെ അങ്ങ് വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ടോ അറിയില്ല. പക്ഷെ ഒരു റിസ്ക്കിയാണ്, എന്നാൽ മത്സരിച്ച് ജയിക്കാൻ കഴിയുമെന്ന കോൺഫിഡൻസ് അവർക്കുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അവർ പറയുന്നത് അവിടെ ഏറ്റവും ബെറ്റർ കാൻഡിഡേറ്റ് ഈ ഫ്രാൻസിസ് ജോർജാണ്. കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജ് വന്നാൽ ജയിക്കാൻ കഴിയും. UDFനെ സംബന്ധിച്ചിടത്തോളം പരമാവധി നമ്പർ ഉണ്ടാക്കുകയാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. വാഴക്കന് കുറച്ചുകൂടി കൊള്ളാവുന്ന ഒരു സീറ്റ് ഏതാണെന്ന് എനിക്കറിയില്ല, ആ സീറ്റ് കൊടുക്കാം എന്ന് പറയുന്നു. അപ്പോൾ അതിനകത്ത് ജോസഫ് ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്ന ഒരു പോയിന്റ് UDFന് പൊതുവെ സ്വീകാര്യമാകേണ്ട പോയിന്റ് ആണോ? ഇത്തവണ UDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം താങ്കൾ ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. വിന്നബിലിറ്റിയാണ്, പരമാവധി സീറ്റുകൾ, ഭരണം തിരിച്ചു പിടിക്കൽ. അപ്പൊ ജയിക്കുക എന്നതാണ് മറ്റെന്തിനേക്കാൾ പ്രധാനം. അവിടെ ജോസഫ് വിഭാഗം മത്സരിക്കുന്നോ കോൺഗ്രസ് മത്സരിക്കുന്നോ എന്നതിനപ്പുറം മുന്നണി UDFന്റെ ഒരു സ്ഥാനാർത്ഥി വിജയിക്കുക എന്നതാണ് പ്രധാനം. അപ്പൊ തീർച്ചയായിട്ടും ഈ രണ്ട് പക്ഷത്തും ന്യായങ്ങളുണ്ട്. ജോസഫ് വാഴക്കനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കഴിഞ്ഞ തവണ മത്സരിച്ച ഒരു സീറ്റാണ് മൂവാറ്റുപുഴ. അദ്ദേഹത്തിന് ഇക്കുറി കഴിഞ്ഞ തവണ ചില പാളിച്ചകൾ, അദ്ദേഹം വിചാരിക്കാത്ത ചില എതിർപ്പുകൾ ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായി.
അതുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. അതൊക്കെ പാച്ചപ്പ് ചെയ്തു. ഇത്തവണ തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് മൂവാറ്റുപുഴയെ UDF കാണുന്നത്. പ്രത്യേകിച്ച് ജോസഫ് വാഴക്കൻ മൂവാറ്റുപുഴയിൽ മത്സരിക്കാൻ എത്രയോ കാലമായി, വർഷങ്ങളായി അത് സ്വന്തം തട്ടകമായി കണ്ട് അവിടെ വീണ്ടും മത്സരിക്കാനുള്ള കരുനീക്കങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഒരുങ്ങുകയായിരുന്നു. ഇപ്പൊ അപ്രതീക്ഷിതമായിട്ട് ജോസഫ് വിഭാഗം അവിടെ ആ സീറ്റിന് അവകാശവാദം ഉന്നയിക്കുന്നു. ശ്രീ മാത്യു സ്റ്റീഫൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അവരെ സംബന്ധിച്ചിടത്തോളം മൂവാറ്റുപുഴയോട് ചില ആത്മബന്ധമുണ്ട്. സ്ഥാപക നേതാവായിരുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാപക നേതാവായിരുന്ന ശ്രീ KM ജോർജിന്റെ സ്വന്തം തട്ടകം, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. അവരവിടെ മത്സരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതും വിചാരിക്കുന്നതുമായിട്ടുള്ള സ്ഥാനാർത്ഥി പൊതുവെ എല്ലാവർക്കും UDF-നും പൊതു സ്വീകാര്യതയുള്ള ഫ്രാൻസിസ് ജോർജ് ആണ്. അദ്ദേഹം അവിടെ ഒരു മോശം സ്ഥാനാർത്ഥിയൊന്നുമല്ല. വാഴക്കനേക്കാൾ മോശം എന്നോ അല്ലെങ്കിൽ വാഴക്കനേക്കാൾ മേന്മ പറയാൻ പറ്റില്ലെങ്കിൽ രണ്ടുപേരും ഒരുപോലെ UDF-നെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട മുഖങ്ങളാണ്. ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിസ് ജോർജിനെ അവിടെ നിർത്താൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന തെറ്റല്ല. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നം നമ്മൾ കാണേണ്ടത്, കോട്ടയം ജില്ലയില് ഈ അവരവകാശപ്പെടുന്നത് പോലെ ജോസഫ് വിഭാഗത്തിന് ഈ പറഞ്ഞ അത്രയും സ്വാധീനമുണ്ടോ? അവരിൽ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ അണികൾ കൂടുതലും ജോസ് കെ മാണി വിഭാഗത്തിലേക്ക് പോയി. ഈ പിളർപ്പിന് ശേഷം നേതാക്കൾ കൂടുതൽ പേരും ജോസഫ് വിഭാഗത്തിൽ നിന്ന്. അത് ജോസഫ് വിഭാഗത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വൈതരണിയായി മാറിയിട്ടുണ്ട്. ഇങ്ങനെ ഒപ്പം നിന്ന് നേതാക്കളെ അക്കോമഡേറ്റ് ചെയ്യുക എന്നത് ഒരാവശ്യമാണ്. മാത്രമല്ല, ഈ സീറ്റ് വിഭജനത്തിൽ ജോസ് കെ മാണി വിഭാഗത്തിന് ഇടതുമുന്നണിയിൽ കിട്ടുന്നതിനേക്കാൾ ഒരു പണത്തൂക്കം മുന്നിലായിരിക്കണം തങ്ങൾക്ക് UDF-ൽ കിട്ടുന്ന പരിഗണന എന്ന് സ്ഥാപിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. സത്യത്തിൽ ഈ രണ്ട് പാർട്ടികളും രണ്ട് മുന്നണിയിൽ നിന്നുകൊണ്ടും ഈഗോ അവരെ ഭരിക്കുന്നുണ്ട്. അവരെക്കാൾ മോശമാകരുത് ഞങ്ങളെക്കാൾ മുന്നിലാകരുത് അവര് എന്നുള്ളൊരു വികാരമാണ് ഇവരെ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും മോശമാകാൻ കഴിയാത്തൊരവസ്ഥയിലാണ് അവര്. അതുകൊണ്ടാണ് അവർക്ക് ഈ വിട്ടുവീഴ്ച ചെയ്യാൻ മടി. ഇപ്പൊ ഉദാഹരണത്തിന് കാഞ്ഞിരപ്പള്ളിയും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാര് സ്വാഭാവികമായിട്ടും അവിടുത്തെ രണ്ടാം തരം കോൺഗ്രസ് നേതൃത്വം വിചാരിച്ചത് ഇത്തവണയെങ്കിലും ഞങ്ങൾക്ക് മത്സരിക്കാൻ ഏതാനും സീറ്റുകൾ കിട്ടും. ഒരുപക്ഷെ ഏറ്റുമാനൂര് കിട്ടിയേക്കാം, പൂഞ്ഞാറ് കിട്ടിയേക്കാം, കാഞ്ഞിരപ്പള്ളി കിട്ടിയേക്കാം, അതല്ലെങ്കിൽ ചങ്ങനാശ്ശേരി. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണമെങ്കിലും ഇപ്പൊ നിലവിലുള്ളതിന്റെ എക്സ്ട്രാ ആയിട്ട് ആ 3 എണ്ണത്തിന് പുറമെ ഒരു 2 സീറ്റ് അല്ലെങ്കിൽ കിട്ടും, മിനിമം കിട്ടും എന്ന് അവർ വിചാരിച്ചു. ഇപ്പൊ പോയി പഴയതിനേക്കാൾ 1 സീറ്റ് കിട്ടിയാൽ മഹാഭാഗ്യം എന്നുള്ള നിലയ്ക്കാണ് കോൺഗ്രസിന്റെ അവസ്ഥ. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടുത്തെ കോൺഗ്രസ് അണികൾ അസംതൃപ്തരാകും. ഒരിക്കലും അവർക്ക് അവസരമില്ലാതെ രണ്ടാം തര നേതൃത്വം ടോമി കല്ലാനി അടക്കമുള്ള കോൺഗ്രസിന്റെ രണ്ടാം തര നേതൃത്വം ഒരവസരവും കിട്ടാതെ വിഷമിച്ച് നിൽക്കുന്ന വല്ലാത്ത അവരുടെ ഒരു നിരാശയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ജോസഫ് വിഭാഗം ഒരു വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ ഈ പറയുന്നു, ചങ്ങനാശ്ശേരി വിട്ടു തരാൻ പറ്റില്ല, കാഞ്ഞിരപ്പള്ളി വിട്ടു തരാൻ പറ്റില്ല, പൂഞ്ഞാറ് വിട്ടു തരാൻ പറ്റില്ല. ഇനി അഥവാ വിട്ടു തരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെങ്കിൽ ഞങ്ങൾക്ക് മൂവാറ്റുപുഴ കിട്ടണം. അതിപ്പോ ഈ പറഞ്ഞതുപോലെ മൂവാറ്റുപുഴ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു ഒത്തുതീർപ്പിനെ കുറിച്ച് കോൺഗ്രസിന് അത്ര എളുപ്പത്തിൽ ആലോചിക്കാൻ പറ്റില്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ജോസഫ് വാഴക്കനെ പോലെ ഒരു പ്രമുഖ നേതാവിനെ അത്ര എളുപ്പത്തിൽ ബലി കൊടുക്കാൻ കോൺഗ്രസിനെ കൊണ്ട് കഴിയുകയില്ല. അതുകൊണ്ട് തന്നെയാണ് താങ്കൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ കീറാമുട്ടി എന്ന പ്രയോഗം. കേരള കോൺഗ്രസുകാരായിട്ടുള്ള സീറ്റ് ചർച്ച എല്ലാ കാലത്തും ഏത് കാലത്തും മുന്നണികൾക്ക് തലവേദനയായിരുന്നു. കാരണം അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട്. മധ്യ തിരുവിതാംകൂറിലെ അവരുടെ സ്വാധീനം കുറച്ച് കണ്ടുകൊണ്ടല്ല, അതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പോയിന്റാണ് താങ്കൾ പറയുന്നത്. 2 വശത്തും നിൽക്കുന്ന ആളുകൾക്ക് മുന്നണിക്കകത്ത് നിന്ന് എന്തുമാത്രം സീറ്റുകൾ പരമാവധി ആർജിക്കാൻ കഴിഞ്ഞു എന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോരാട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെ പരിഗണിക്കപ്പെടുന്നു എന്ന് പൊതുസമൂഹത്തിന് മുൻപിൽ സ്ഥാപിക്കാൻ, അണികൾക്കിടയിൽ സ്ഥാപിക്കാൻ, ആത്മവിശ്വാസം നിലനിർത്താൻ, പരമാവധി സീറ്റുകൾ നേടിയെടുക്കുക എന്ന് പ്രധാനമാണ്. ജോസ് ടോം, LDF-ൽ സീറ്റ് ചോദിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടോ ആ പ്രശ്നം? ജോസഫിന് UDF-ൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കിട്ടിയേ മതിയാവൂ ഞങ്ങൾക്ക് എന്ന് അപ്പുറത്ത് അവർക്കുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു നിരീക്ഷണം. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ആ നിരീക്ഷണം ഒരിക്കലും ശരിയല്ല. കാരണം ഞങ്ങൾ കൂടി അംഗമായ LDF അധികാരത്തിൽ വരണമെന്നും കേരള ഭരണചരിത്രത്തിലെ പുതിയ മാറ്റമായി വീണ്ടും രണ്ടാമതും LDF അധികാരത്തിൽ വരിക എന്നുള്ളതാണ് പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം. അല്ലാതെ ഞങ്ങളുടെ സീറ്റ് ഏറ്റക്കുറിച്ചുകളെ കുറിച്ചല്ല.
കേരള കോൺഗ്രസ് പാർട്ടി 6 സീറ്റുകളിലാണ് 2016 മത്സരിച്ചത്. ഞങ്ങൾക്ക് ആ സീറ്റുകൾ മുഴുവൻ വേണമെന്ന് ഞങ്ങൾ തർക്കിക്കുന്നില്ല. മറ്റൊരു പാർട്ടി മത്സരിച്ച് ജയിച്ച, ഒരു തവണ ജയിക്കുകയും ഒരു തവണ തോക്കുകയും ഒക്കെ ചെയ്ത മൂവാറ്റുപുഴ ജോസഫ് ഗ്രൂപ്പ് ചോദിക്കുന്ന പോലെ കേരള കോൺഗ്രസ് പാർട്ടി MLA ഉണ്ടായിരുന്ന സീറ്റാണ് ചോദിച്ചത്. അത് അവസാന ചുരുങ്ങിയ സമയത്ത് ഇവിടെ റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ CF സാറിനെ തെറ്റിദ്ധരിപ്പിച്ച് പാർട്ടിക്ക് പുറത്തു കൊണ്ടുപോയതൊഴിച്ചാൽ എക്കാലവും മാണി സാറിനോടൊപ്പം നിന്ന ഏറെ ബഹുമാന്യനായ CF തോമസ് സാറിൻ്റെ മരണം സത്യം പറഞ്ഞാൽ ഈ പാർട്ടിയിലെ പിളർപ്പും പ്രശ്നങ്ങളും ഒരു പക്ഷേ കൂടുതൽ കാരണമായേക്കാം. അദ്ദേഹം പാർട്ടി വിട്ടപ്പോഴും, അതായത് വിയോജിപ്പ് പ്രകടിപ്പിച്ച് പുറത്തു നിന്നപ്പോഴും പറഞ്ഞത്, ആരെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കുന്നുവോ, PJ ജോസഫ് വിഭാഗത്തെയാണോ ജോസ് കെ മാണി വിഭാഗത്തെയാണോ എന്ന് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുക, അംഗീകാരം കൊടുക്കുക, ആ വിഭാഗത്തിനൊപ്പം ഞാൻ നിൽക്കും എന്നാണ് അദ്ദേഹം 2019 ജൂണിൽ അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ്, ഈ പാർട്ടി പിളരുന്നതിലുള്ള മാനസിക വ്യതയോടെ പറഞ്ഞത്. പക്ഷേ കേരള കോൺഗ്രസ് ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിക്ക് 2 ചിഹ്നവും കേരള കോൺഗ്രസ് M എന്നുള്ള പേരും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നതിന്, അംഗീകാരം നൽകുന്നത് വരെയും നിർഭാഗ്യവശാൽ ബഹുമാന്യനായ CF തോമസ് സാറ് ജീവിച്ചിരുന്നില്ല എന്ന സങ്കടകരമായ സത്യം അവശേഷിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായും ജോസ് കെ മാണിയോടൊപ്പം കേരള കോൺഗ്രസ് M-ൽ ബഹുമാന്യമായ പ്രധാന സ്ഥാനത്ത് ഉണ്ടാവുമായിരുന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. ഞങ്ങൾക്ക് അങ്ങനെ അഭിമാന പ്രശ്നമോ തൻപോരിമ പ്രശ്നമോ അവരെക്കാൾ കൂടുതൽ സീറ്റ് വേണമോ എന്നുള്ള ആഗ്രഹമോ പ്രശ്നമോ LDF-ൽ ഉയർത്തുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു മാനസിക അവസ്ഥയുമില്ല. ഞങ്ങൾക്കുള്ള മാനസികാവസ്ഥ എന്തു വന്നാലും എന്തു വിട്ടുവീഴ്ച ചെയ്താലും LDF കേരള സംസ്ഥാനത്ത് വീണ്ടും ചരിത്രം തിരുത്തി അധികാരത്തിൽ വരണം എന്നുള്ളതാണ്. വിട്ടുവീഴ്ച ചെയ്യാൻ പോകുന്നുണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഉന്നയിക്കുന്ന നിങ്ങളുടെ സീറ്റുകളിൽ പോലും, നിങ്ങളുടെ സീറ്റുകളിൽ എന്തായാലും വിട്ടുവീഴ്ച നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടില്ല. പക്ഷേ നിങ്ങളുടെ സീറ്റുകളിലടക്കം ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ചേരാത്ത ഒരു ഏരിയ ഉണ്ടല്ലോ, അതിലടക്കം വേണ്ടി വന്നാൽ വിട്ടുവീഴ്ച ചെയ്യും. തീർച്ചയായിട്ടും അതൊരു തർക്കമായി അവശേഷിക്കില്ല. അത് ഇപ്പോൾ മൂവാറ്റുപുഴ ചോദിക്കുന്നത് ജോസഫ് വിഭാഗം, ശ്രീ PJ ജോസഫ് വിഭാഗം മൂവാറ്റുപുഴ ചോദിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ജോണി നെല്ലൂർ പരാജയപ്പെട്ടതിന് ശേഷം അവിടെ കേരള കോൺഗ്രസ് പാർട്ടി മത്സരിച്ചിട്ടില്ല. കഴിഞ്ഞ തവണയും കഴിഞ്ഞതിന് മുമ്പിലത്തെ തവണയും വാഴക്കനാണ് മത്സരിച്ചത്. UDF-ൽ കേരള കോൺഗ്രസ് ഒന്നായി നിന്നപ്പോൾ ഒരിക്കൽ പോലും അതിന് ഈ അവസ്ഥയിൽ 2011-ലും 2016-ലും മത്സരിച്ച് ജോസഫ് വാഴക്കനാണ്. അവിടെ കേരള കോൺഗ്രസ് പാർട്ടി മത്സരിച്ചിട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് മത്സരിച്ചത്. അവസാനത്തെ കേരള കോൺഗ്രസ് MLA ശ്രീ ജോണി നെല്ലൂരിനാണ്. അങ്ങനെയെങ്കിൽ സീറ്റ് കാണിച്ച് മൂവാറ്റുപുഴ സീറ്റ് നൽകാം എന്ന് പറഞ്ഞ് കൂടെ കൊണ്ടുവന്ന ജോണി നെല്ലൂരിന് വേണ്ടിയ സീറ്റ് കൊടുക്കാൻ ഇപ്പോൾ മാത്യു സ്റ്റീഫൻ, എൻ്റെ സ്നേഹിതൻ മാത്യു സ്റ്റീഫൻ അവകാശപ്പെടുന്നത് മഹാനായ KM ജോർജ് സാറിൻ്റെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാപക പ്രസിഡന്റിൻ്റെ മകന് മത്സരിക്കാനാണ് മൂവാറ്റുപുഴ സീറ്റ് ചോദിക്കുന്നതെന്നാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യം MLA ആയത്, ബഹുമാനപ്പെട്ട KM ജോർജ് സാർ ആദ്യം MLA ആയത് 65-ൽ കോതമംഗലത്ത് നിന്നാണ്, അല്ലാതെ മൂവാറ്റുപുഴയിൽ നിന്നല്ല. 70-ലും 67-ലും 70-ലും പൂഞ്ഞാറിൽ നിന്നാണ് മത്സരിച്ച് ജയിച്ചത്. 77-ൽ അദ്ദേഹം മരണമടഞ്ഞു. അപ്പോൾ നിശ്ചയമായും ശ്രീ ഫ്രാൻസിസ് ജോർജിന് മത്സരിക്കാനാണെങ്കിൽ കോതമംഗലം സീറ്റല്ല ചോദിക്കേണ്ടത്. അവിടെ എന്താ പ്രശ്നം?